നമസ്കാരം. ചരിത്രത്തിലെ ചില മരണങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഒരു യുഗത്തിന്റെ അവസാനമാണ്. ഇന്ന് ഇറാനിൽ നടക്കാൻ ഒരുങ്ങുന്നത് അത്തരമൊരു നിമിഷമാണ്. മാസങ്ങളോളം യുദ്ധത്തിന്റെ തീയിൽ കത്തിയ ഒരു രാജ്യത്തിന്റെ ഹൃദയത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അവസാന യാത്രയൊരുക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ ഭരണകൂടം. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ സംസ്കാര ചടങ്ങ് യുദ്ധവും സുരക്ഷാ ആശങ്കകളും കാരണം മാസങ്ങളോളം നീണ്ടുപോയിരുന്നു. ഇപ്പോൾ വിപുലവും ചരിത്രപരവുമായ ഒരു സംസ്ഥാനാന്തിമ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധത്തിന്റെ പൊടിപടലങ്ങൾക്കിടയിൽ മാറ്റിവെക്കപ്പെട്ട വിടവാങ്ങൽ ചടങ്ങ് ഒടുവിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എന്നാൽ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ തീരുമാനമായിട്ടില്ല. ചടങ്ങുകൾക്കായി വിവിധ ഏജൻസികൾ ആസൂത്രണങ്ങളും ക്രമീകരണങ്ങളും നടത്തി വരികയാണെന്നും സ്റ്റേറ്റ് ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആദ്യഘട്ട ആക്രമണങ്ങളിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകനും പിൻഗാമിയുമായ മുസ്തഫ ഖമേനിക്കും പരിക്കേറ്റിരുന്നു. അധികാരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം പൊതുവേദികളിൽ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഖമേനിയുടെ മകൻ സഹദ് ഹദ്ദാദ് ആദിൽ, ഭർത്താവ് മിസ്ബാഹ് അൽ-ഹൂദ ബഗേരി എന്നിവരും അവരുടെ മകനും ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടിരുന്നു. ഖമേനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിനിടെയാണ് ഓഫീസ് സമുച്ചയത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് സാദ, സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ അബ്ദുൾ റഹീം മൂസവി, ഖമേനിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, കമാൻഡർ ജനറൽ മുഹമ്മദ് പക്കൂൽ, 1989 മുതൽ ഖമേനിയുടെ മിലിറ്ററി ബ്യൂറോ തലവനായ മുഹമ്മദ് ഷിറാസി എന്നിവരും കൊല്ലപ്പെട്ടു. 1981 മുതൽ 8 വർഷം ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഖമേനി 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയത്തുള്ള ഖമേനിയുടെ വിജയത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി 1989-ലാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി. ഖമേനിയുടെ മരണത്തിനു പിന്നാലെ ഇറാൻ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും യുദ്ധ സാഹചര്യവും സുരക്ഷാ ഭീഷണികളും കാരണം പൊതുജന പങ്കാളിത്തത്തോടെ ചടങ്ങുകൾ നടത്താൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നില്ല. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരത്തിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ചരിത്രം ആവർത്തിക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ ആഗ്രഹം. എന്നാൽ ആക്രമണ ഭീഷണികളും രാഷ്ട്രീയ അനിശ്ചിതത്വവും അന്ന് അതിന് തടസ്സമായി. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഖമേനിയുടെ മരണശേഷം അധികാര കൈമാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഐക്യവും തുടർച്ചയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമായി ചടങ്ങിനെ ഇറാൻ കാണുന്നുണ്ട്. യുദ്ധം നേതാവിനെ കവർന്നെടുത്തേക്കാം, പക്ഷെ ആശയങ്ങളെയും ഭരണ സംവിധാനത്തെയും തകർക്കാനാവില്ല എന്ന സന്ദേശം നൽകാനാണ് ടെഹ്റാന്റെ ശ്രമം. ഷിയ വിശ്വാസികളുടെ വിശുദ്ധ കേന്ദ്രങ്ങളിൽ ഒന്നായ മഷ്ഹാദിലെ ഇമാം റിസ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഖമേനിയെ സംസ്കരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ഒരു ദേശീയ പ്രതീക നിർമ്മാണം കൂടിയാകും. ഒടുവിലെ സംസ്കാര ചടങ്ങ് ഒരു മനുഷ്യന്റെ മൃതദേഹത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്ന നിമിഷം മാത്രമല്ല, യുദ്ധത്തിൽ മുറിവേറ്റ ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. കണ്ണുനീരിനും കോപത്തിനും ദേശീയ അഭിമാനത്തിനും ഇടയിൽ ഇറാൻ എഴുതാൻ പോകുന്ന ഒരു സംസ്കാരത്തിന്റെ കഥയല്ല, ചരിത്രം എങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടണം എന്നതിന്റെ കഥയാണ്. കാരണം ചില നേതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണശേഷവും ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും.